കേന്ദ്രത്തിന്റെ സ്വപ്ന പദ്ധതി. വാണിജ്യ മേഖലയിൽ ഇന്ത്യയുടെ തലപ്പൊക്കമേറ്റിയാണ് വിഴിഞ്ഞം തുറമുഖം വന്നത്. ശരിക്കും വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് ആർക്കാണ്? അതാണ് തർക്ക വിഷയം. ചരിത്രം തൊട്ട് നോക്കാം. വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം ആദ്യം ഉന്നയിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. എന്നാൽ സംഗീത കോളേജിൽ വെച്ചുണ്ടായ ആക്രമണത്തെ തുടർന്ന് സർ CP തിരുവിതാംകൂർ വിട്ടതോടെ അതവിടെ അവസാനിച്ചു. പിന്നീട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ആദ്യ നീക്കമുണ്ടായത് 1982 കാലത്ത്. അന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് വിഴിഞ്ഞം തുറമുഖം K കരുണാകരൻ പ്രചാരണ വിഷയമാക്കി. 1986 പോർട്ട് ഓഫീസ് ചെയർമാൻ D ബാബു പോളിനോട് പഠനം നടത്താനും നിർദ്ദേശിച്ചു. 1991 കരുണാകരൻ അധികാരത്തിലെത്തിയപ്പോഴും വിഴിഞ്ഞം തുറമുഖം സജീവ ചർച്ചയായി. തുറമുഖ മന്ത്രി MV രാഘവനായിരുന്നു അന്ന്. ഗുജറാത്ത് തീരത്തുനിന്ന് അന്ന് പത്തേമാരിയിൽ വിഴിഞ്ഞത്ത് ചരക്കെത്തി. അത് സ്വീകരിച്ചത് മുഖ്യമന്ത്രി K കരുണാകരൻ തന്നെയായിരുന്നു. പക്ഷേ 1994 ISRO ചാരക്കേസ് വന്നു. രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു. പദ്ധതി അവിടെ തന്നെ നിന്നു. 1996 അധികാരത്തിലെത്തിയ EK നയനാർ സർക്കാരിന്റെ കാലത്തും വിഴിഞ്ഞത്തിന് പുതുജീവൻ വെച്ചു. തുറമുഖ സാധ്യത പഠിക്കാൻ അന്ന് അദ്ദേഹം സമിതിയെ നിയോഗിച്ചു. 2001 AK ആന്റണി സർക്കാർ നിലവിൽ വന്നു. അന്നും തുറമുഖ മന്ത്രി MV രാഘവനായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പദ്ധതിയുടെ വ്യാപ്തി വലുതാകുന്നത്. പദ്ധതിക്ക് ആഗോള ടെൻഡർ വിളിച്ചു. പക്ഷേ 2004 മുഖ്യമന്ത്രി സ്ഥാനം ആന്റണിക്ക് രാജിവെക്കേണ്ടി വന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം കോൺഗ്രസ് തോറ്റതിന് പിന്നാലെയാണിത്. 2006 VS അച്യുതാനന്ദൻ സർക്കാർ വരുന്നു. വിഴിഞ്ഞം വീണ്ടും സജീവമാകുന്നു. അന്ന് വിഴിഞ്ഞം പദ്ധതിക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ലാൻഡ് ലോഡ് മാതൃകയിൽ പുതിയൊരു പദ്ധതി നടപ്പാക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പുതിയ ആഗോള ടെൻഡറിന് ശ്രമമുണ്ടായതും ഈ കാലത്താണ്. ലാൻകോ കൊണ്ടപ്പള്ളി കമ്പനിയുടെ കൊട്ടേഷന് അംഗീകാരവും നൽകി. പക്ഷേ ചൈനീസ് ബന്ധമുള്ള കമ്പനിയെന്ന് ആരോപണം വന്നു. നിരവധി സാങ്കേതിക നൂലാമാലകളിൽ പദ്ധതിയുടെ ടെൻഡർ പെട്ടു. അതവിടെ കുരുങ്ങി. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്, മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് 3 വർഷത്തോളം പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി. പദ്ധതിയിൽ സർക്കാർ ഇഴഞ്ഞു നീങ്ങുന്നെന്നാരോപിച്ച് LDF മുന്നോട്ട് വന്നു. 2013 ഏപ്രിൽ 16 വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യച്ചങ്ങല തീർത്തു. ആദ്യ കണ്ണി പിണറായി വിജയൻ. ഇതിനു പുറമെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ 212 ദിവസം രാപ്പകൽ സമരം നടത്തി. കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിയമസഭയിലും ശക്തമായ ഇടപെടൽ നടത്തി. ഒടുവിൽ 2015 വിഴിഞ്ഞം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. ഉമ്മൻചാണ്ടി ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. ടെൻഡർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി അദാനി ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ചിറക് മുളയ്ക്കുന്നത്. 2015 ഓഗസ്റ്റിൽ അദാനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ കരാറിൽ ഒപ്പുവെച്ചു. അന്ന് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ പ്രതിഷേധം നേരിടേണ്ടി വന്നു. അദാനിക്കായുള്ള കരാറെന്ന് VM സുധീരൻ ആരോപിച്ചു. പിന്നീടുള്ള പിണറായി സർക്കാർ കാലങ്ങളിലാണ് വിഴിഞ്ഞം ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. അതിവേഗമാണ് സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഓഖി ചുഴലിക്കാറ്റ്, പ്രളയം, കോവിഡ്, പ്രതിബന്ധങ്ങൾ അനവധി. നിർമ്മാണത്തിന് പാറ ലഭിക്കാതെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരെ പാറ എത്തിച്ചു. വിഴിഞ്ഞത്തെ പദ്ധതി പ്രദേശത്തിനടുത്തായി നടക്കുന്ന സമരങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. സാമ്പത്തിക പ്രതിസന്ധിയിലും പദ്ധതിയുമായി സർക്കാർ വേഗം മുന്നോട്ടു പോയി. നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു. ഈ മെയ് 2 തുറമുഖം നാടിന് സമർപ്പിക്കാനായി. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി തയ്യാറാക്കി. സ്ഥലമേറ്റെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം ബാലരാമപുരം തുരങ്ക റെയിൽപാത പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഇനി വിഴിഞ്ഞത്ത് കേന്ദ്രത്തിന്റെ റോൾ എന്തെന്ന് നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിനായി മൊത്തം ചെലവാകുന്ന തുക 8493.44 കോടി രൂപയാണ്. കേരള സർക്കാർ വിഹിതം 61.9%, അതായത് 5223 കോടി രൂപ. അദാനിയുടെ വിഹിതം 2454 കോടി രൂപയും. പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1350 കോടി രൂപ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടാണ്. റെയിൽവേ പാതയ്ക്കായി 1482.92 കോടി രൂപയും സംസ്ഥാനം ചെലവഴിക്കണം. എന്താണ് കേന്ദ്ര വിഹിതം? 0. വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി കേന്ദ്രം നൽകുന്നത് 817 കോടി രൂപയാണ്. പക്ഷേ അത് ഗ്രാന്റ് അല്ല, വായ്പയാണ്. കേരളം തിരിച്ചടയ്ക്കണം. നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് കേരളം അത് തിരിച്ചു നൽകേണ്ടത്. ഇപ്പോൾ കേന്ദ്രം നൽകുന്ന 817 കോടി രൂപ 10,000 മുതൽ 12,000 കോടി വരെയായി ഉയർന്നേക്കാം. ഇതിന് കാരണമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നതാണ് വിചിത്രം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ നിന്ന് കേരള സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനും വരുമാന വിഹിതത്തിൽ അർഹതയുണ്ടെന്ന്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിനുള്ള മറുപടി കത്തിലാണ് കേന്ദ്രമന്ത്രി ഇത് വ്യക്തമാക്കിയത്. രാജ്യത്തെ മിക്ക പദ്ധതികൾക്കും കേന്ദ്രം പണം നൽകുന്നത് ഇങ്ങനെയാണോ? അല്ല.
രാജ്യത്ത് ഇതുവരെ 71 പദ്ധതികൾക്കാണ് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ളത്. അതിൽ വായ്പയായി തിരിച്ചടക്കേണ്ട ഏക പദ്ധതി ഇതാണ്. നമ്മുടെ തൊട്ടടുത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് 1411 കോടി രൂപ കേന്ദ്രം അനുവദിച്ചത് പണം തിരിച്ചു നൽകേണ്ട എന്ന വ്യവസ്ഥയിലാണ്. മൊത്തത്തിൽ നോക്കിയാൽ 0 രൂപ ചെലവാക്കി അങ്ങോട്ട് പണം നേടുന്ന രീതിയാണ് കേന്ദ്രത്തിൻ്റെത്. സാമ്പത്തികമായി നോക്കിയാൽ വിഴിഞ്ഞം തുറമുഖം കേരള സർക്കാരിന്റെ പദ്ധതിയാണ്, കേരളത്തിന്റെ പദ്ധതിയാണ്. കേരളമാണ് പകുതിയിലേറെ രൂപയും ചെലവാക്കുന്നത്, 2/3 ഭാഗവും. 1/3 ഭാഗം ചെലവാക്കുന്നത് അദാനിയും. കേന്ദ്രത്തിന് വിഴിഞ്ഞത്തിൽ റോളില്ലെന്ന് വ്യക്തം.